മകരമാസത്തോടു കൂടിയിട്ട് ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ തുടങ്ങാറായല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രസാദാണ് കേട്ടത്. എന്നുവെച്ചാൽ ഒരുപാട് പായസം അപ്പം പോലെയല്ല, ഇതൊരു വെറൈറ്റി, ഒരു കോട്ടിയുടെ വലുപ്പല്ലേ ഒരു പ്രസാദാണിത്. ഇതിന്റെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചസാരയോ അല്ലെ ശർക്കരയോ ചേർക്കലില്ല. എന്താ വെച്ചാൽ ഇതിൽ പഴവും പിന്നെ അരി, പുന്നെല്ല്, പുതിയ നെല്ല് എന്ന് വെച്ചാൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല് പൊടിച്ച്, ഇത് പണ്ട് എന്താ വെച്ചാൽ ആളുകൾ പുരുഷന്മാര് വ്രതം എടുത്തിട്ട് വിരലിലിട്ട് കുത്തിയെടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി വികസിച്ചുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ കഴിയില്ല. ഇത് ലേശം ഹാർഡായിട്ടുള്ള സാധനമാണ്. ഇത് പ്രത്യേകമായിട്ടൊരു രുചിക്കൂട്ടുള്ള സാധനമാണ്. ഇത് മകരമാസം 1-ാം തീയതിയാണ് ഇത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ദിവസം മാത്രം ഉള്ളൂ. മകരം 1-ന് ഒരു പണം വെക്കൽ എന്ന് പറഞ്ഞ ചടങ്ങോട് കൂടിയിട്ടാണ്. പണം വെക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം എത്രയാണെങ്കിലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു പിടുത്തം വാരി ഇങ്ങോട്ട് തരുന്നതാണ്. അതിൽ കുറെ പൈസ കൊടുത്താൽ കുറെ കിട്ടുമൊന്നുമില്ല, കുറച്ച് പൈസ എടുത്താൽ കുറഞ്ഞും പോകില്ല. അങ്ങനത്തെ ഒരു എല്ലാ ആളുകളെയും ഒരുപോലെ കാണുന്ന രീതിയിലൊരു പ്രസാദ വിതരണമാണ് പണം വെക്കൽ എന്നുള്ളൊരു ചടങ്ങ്. പക്ഷെ അത് മാസങ്ങളോടെ കേടുകൂടാതെ സൂക്ഷിക്കാനും കഴിയുന്നൊരു അപ്പാണ്. കുന്നങ്ങോട്ട് വള്ളിയറ ഭഗവതി ക്ഷേത്രം എന്ന ക്ഷേത്രത്തിലാണ് ഈ പ്രസാദല്. മറ്റു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് മറ്റ് എവിടെ ഈ ഒരു അപ്പത്തിൻ്റെതായിട്ട് കാണുന്നില്ല, ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഇത് നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടു. ഇത് ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ പുന്നല്ല് ഇവിടെ ദേവിക്ക് മുന്നേ സമർപ്പിച്ചിട്ട് അളന്ന് എടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അത് ഊരാളന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. പുന്നല്ല് ഇപ്പൊ അമ്പലത്തിന് തന്നെ ഉണ്ട്, സ്ഥലത്ത് നിന്ന് കൊയ്തെടുത്ത നെല്ലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലൊന്ന് പുതിർക്കുള്ളൂ, ഒന്ന് അധികം സമയം ഒന്നും വെക്കൂല. ഒന്ന് പുതിർത്തെടുത്ത് മില്ല് കൊണ്ടുപോയി പൊടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ പരമ്പരാഗത രീതിയിലെ പഴയ പാത്രത്തിലൊക്കെ തന്നെ കുഴച്ചെടുത്തിട്ട് ആണ് ഇത് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ അളവിലോ ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പം കുറേ ഇതിന് ആളുകൾ കൂടുന്നതിനനുസരിച്ച് കുറേ വലിയ രീതിയിൽ ചെയ്യാറുണ്ട്. അതേപോലെ പഴം നല്ല രീതിയിൽ പഴുക്കണം. നല്ല പഴുത്ത പഴം മിക്സിയിലിട്ട് ഇത് ഉരലിലിട്ട് ഇടിച്ചിട്ടായിരുന്നു മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ കൈകൊണ്ട് നിമിണ്ടി പിഴിഞ്ഞ് മാത്രമേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നേരെ മിക്സി ചെയ്യും, ഒന്നുകൂടി എളുപ്പത്തിനാക്കി. പിന്നെ അതേപോലെ പൊടി നല്ല രീതിയിൽ നമ്മൾ ചട്ടമൊക്കെ ഇട്ട് ഇളക്കിയാൽ അങ്ങനെ കുഴഞ്ഞ് കിട്ടില്ല. ഒരു നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അത് മിക്സായി കിട്ടൂല. പിന്നെ ഒരു പ്രത്യേക ചേരുവകയാണ് ഇതിൻ്റെ ചേർത്തുന്നത്. അതൊരു പ്രത്യേക ഇതാണ്. അതും കുഴച്ചെടുത്ത് ഇത് ഒരുപാട് ആളുകൾ ഒരു പ്രയത്നമാണ്. എന്താ വെച്ചാൽ വളരെ ചെറിയ അപ്പമായതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. ഇത് അവർ ഏകദേശം ഒരു 2 മണി തുടങ്ങിയാൽ 12-1 മണി വരെയൊക്കെ, ഏകദേശം 1 മണി 2 മണിക്കൊക്കെയാണ് അവർ ഈ ജോലി കഴിഞ്ഞ് പോകൽ. ചെറിയതായിട്ട് ഇങ്ങനെ ചെറിയ കോട്ടി പോലെയാക്കി ഉരുട്ടി എടുക്കാനും വലിയ പ്രയാസമാണ്. വളരെ ചെറുതായിട്ട് ഇത്തരം പ്രസാദം മറ്റു സ്ഥലങ്ങളിലൊന്നും ഇല്ലാന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പൂർണ്ണമായിട്ട് നെയ്യിലാണ് ഇത് എടുക്കുന്ന നെയ്യ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചിലവുണ്ട് ഈ അപ്പത്തിന്. എന്താ വെച്ചാൽ പഴവും അരി നെയ്യ് ആയതുകൊണ്ട് തന്നെ വലിയ ചിലവുണ്ട്. ഇത് ശരിക്കും ഒരു നഷ്ടമോ ലാഭമോ എന്ന് വെച്ചാൽ ഇത് ഒരു ലാഭം അമ്പലത്തിനെ സംബന്ധിച്ച് ഒരു നഷ്ടമാണ്. പക്ഷേ എന്നാലും കുറേ നമ്മളെ നാട്ടുകാർ ഇത് അന്വേഷിച്ച് വരുന്ന, അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് ഇങ്ങനെ നിർത്തി കൊണ്ടുപോവാണ്. ഇത് പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഒന്ന് കൊടുക്കും, പണം വെക്കുന്ന കൂടാതെ കൊടുക്കും, വിൽക്കാറുണ്ട്. ഏതാനും ആൾക്കാർ വിൽക്കാൻ വേണ്ടി റെഡിയാക്കാണ്. ഇത് 30 രൂപയാണ് ഇപ്പം പാക്കറ്റ് ഈ വർഷമൊക്കെ വിൽക്കുന്നത്. ഇതാണ് പണം വെക്കുന്ന ഒരു പലക കണ്ടില്ല. പലകേൻ്റെ മുകളാണ് ഇഷ്ടമല്ല പൈസ വെക്കുക. അവരെ കയ്യിൽ കിട്ടുന്നൊരു എല്ലാ ആളുകൾക്കും അങ്ങനെ കൊടുക്കുക. ചെറിയ ആൾ വലിയ ആൾ എന്നൊന്നുമില്ല, എല്ലാ ആളുകൾക്കും ഇങ്ങനെ വിതരണം ചെയ്യുക. കയ്യിൽ എത്ര പൈസ, ചെറിയതോ വലുതോ എത്ര പൈസ ആയാലും ആ പണം വെക്കുന്ന പലകയിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രസാദം വിതരണം ചെയ്യും.